ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ് മുട്ടയും ബ്രെഡും. അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം. നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണിത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ കോഴിമുട്ട 3 എണ്ണം, ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു കാപ്സിക്കത്തിന്റെ പകുതി പൊടിയായി അരിഞ്ഞത്. ഈ 3 മുട്ടയും നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ബോളുകളാക്കി എടുക്കാനുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. 2 ടേബിൾ സ്പൂണോളം മതിയാവും വെള്ളം. ഇനി ഇത് കയ്യിലെടുത്തുകൊണ്ട് ഇതുപോലെ എല്ലാം ബോളുകളാക്കി മാറ്റിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ എല്ലാം ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് പെട്ട് പൊടിച്ചത് നേരത്തെ മാറ്റി വെച്ചതായിരുന്നു. അതിലേക്ക് അല്പം മല്ലിയില പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാ ബോളുകളും ഓരോന്നായി മുട്ടലായനിയിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുത്ത് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായി ചെയ്തെടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് കാലത്തൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.